ഈ കവളപ്പാറ ദുരന്തം നടന്നിട്ട് ഈ ഗവൺമെന്റ് അല്ലാതെ അതിന്റെ പുറത്ത് യൂസുഫ് അലി 2 കോടി രൂപയല്ലാതെ വേറെ ഒരാൾ ഒരു പൈസ കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിലല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു ദുരന്തം നടന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ ഈ പൈസ വിതരണം ചെയ്തത് ഇവിടെയാണ്. ഇത് മുൻപുണ്ടായിട്ടില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. വിജയിക്കുക എന്നതിലുപരി ഇടതുപക്ഷത്തെ എങ്ങനെ തോൽപ്പിക്കാം എന്നതിലാണ് പ്രതിപക്ഷവും വി.ഡി. സതീശനും ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. അതിന് ആയുധമാക്കുന്നത് നുണക്കഥകളുടെ ഒരു ശേഖരം തന്നെയാണ്. അതിൽ പല വിഷയങ്ങളും തകർന്നടിഞ്ഞു എന്നതാണ് സത്യം. മറ്റൊരു വിഷയമായി ഉയർത്തിയിരിക്കുന്നത് കവളപ്പാറ ദുരന്തമാണ്. കവളപ്പാറയിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. പുറമേയുള്ളവരുടെ വിശദീകരണത്തിനപ്പുറം ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്നവർ തന്നെ പറയട്ടെ അവർക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്തുവെന്ന്. കവളപ്പാറ ദുരന്തം നടക്കുന്നതിന്റെ 500 മീറ്റർ അടുത്തുള്ള ആളാണ്. ഈ കവളപ്പാറ ദുരന്തം നടന്നിട്ട് ഈ ഗവൺമെന്റ് അല്ലാതെ അതിന്റെ പുറത്ത് യൂസുഫ് അലി 2 കോടി രൂപയല്ലാതെ വേറെ ഒരാൾ ഒരു പൈസ, ചിലർ 10, 5 ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ദുരന്തം നടന്ന് ഒരു മാസം ആയപ്പോൾ അവിടെ 59 ആൾ മരണപ്പെട്ട് അതിൽ 11 ബോഡി കിട്ടാണ്ട്, ആ 11 ബോഡി കിട്ടാനുള്ളതും മരണപ്പെട്ടതായി കണക്കൂട്ടി ഈ 4 ലക്ഷം രൂപ വീതം മരണപ്പെട്ടവർക്ക് 4 ലക്ഷം 10 ലക്ഷം ഒന്നും അതിന് പകരാവില്ല. അത് ഒരു മാസം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് അത് വിതരണം ചെയ്യുമ്പോൾ നമ്മളെ ബഹുമാനായ മറ്റേ വഹാബ് സാറ് അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് എന്താ അറിയോ? കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിലല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു ദുരന്തം നടന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ ഈ പൈസ വിതരണം ചെയ്തത് ഇവിടെയാണ്. ഇത് മുൻപുണ്ടായിട്ടില്ല. ഈ ഗവൺമെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ കൂട്ടത്തിലിട്ട ഒരുപാട് ആൾക്കാരുണ്ട്. 2ാം ഘട്ടം ആദ്യം അവിടെ വീട് പോയിട്ടുള്ളത് 24ഓളം വീടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്ക് 10 ലക്ഷം രൂപ ആദ്യഘട്ടം കൊടുത്തു. ഈ ദുരന്തമുഖത്ത് വന്ന യൂസുഫ് അലി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഈ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി 2 കോടി റുപ്യ വീട് വെക്കാൻ കൊടുക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഒരു ഭാഗത്ത് വഹാബ് സാറ്, മറ്റൊരിടത്ത് MLA, അതിന് ഇവരെ 2 പേരെ ചുമതലപ്പെടുത്തുകയാണ്. അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വീട് ശൂന്യാവസ്ഥ വെക്കാൻ പറ്റില്ലല്ലോ, സ്ഥലം വേണ്ടേ? ആ 33 വീടിന് 2 കോടി ശിഷ്ട ഉറുപ്പിക ഗവൺമെന്റ് ഓരോ ഗുണഭോക്താക്കളിലും 7 ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. കവളപ്പാറ പുനരധിവാസത്തിനായി സർക്കാർ ചെലവഴിച്ചത് 20 കോടി രൂപയാണ്. കുത്തൊഴുക്കിൽ പൊലിഞ്ഞുപോയ 59 പേരുടെ കുടുംബത്തിന് 4 ലക്ഷം വീതം 2 കോടി 36 ലക്ഷം രൂപ നൽകി. ദുരന്ത സ്ഥലത്ത് 37 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായിരുന്നു. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ദുരന്ത സ്ഥലത്തോട് ചേർന്ന് 116 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പട്ടികവർഗ വിഭാഗത്തിലെ 33 കുടുംബങ്ങൾക്ക് 6 ലക്ഷം വീതം ഭൂമിക്കും 6 ലക്ഷം വീതം വീടിനും അനുമതി നൽകി. 140 ആൾക്കാരോളം ഈ 10 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 33 ആൾക്കാർക്ക് മാത്രം 7 ലക്ഷം റുപ്യ വീട് യൂസുഫ് അലി കൊടുത്തല്ലോ. അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി 80 ലക്ഷം റുപ്യ സംസ്ഥാന ഗവൺമെന്റ് നേരിട്ടാണ് അനുവദിക്കേണ്ടി ചെയ്തത് ഈ വീടിന്റെ പരിസരത്ത്. അതിന്റെ പുറത്ത് 65 ലക്ഷം റുപ്യ കുടിവെള്ളത്തിന് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 33 കുടുംബങ്ങൾക്ക് 12 ലക്ഷം വീതം 3 കോടി 96 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ദുരന്തമുഖത്തുണ്ടായിരുന്ന ആ വ്യക്തിയുടെ സാക്ഷ്യപ്പെടുത്തൽ പോലെ തന്നെ MA യൂസഫ് അലിയും വീട് നിർമ്മിച്ചു നൽകി. ഭൂദാനം ആയച്ചുവട് നിർമ്മിച്ച വീടുകളുടെ ഓരോ വ്യക്തികൾക്കും 7 ലക്ഷം വീതം 2 കോടി 31 ലക്ഷം രൂപയും സർക്കാർ നൽകി. ജിയോളജി സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 87 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ 10 ലക്ഷം വീതം 8 കോടി 70 ലക്ഷവും സർക്കാർ നൽകി. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് 153 കുടുംബങ്ങളെയാണ് സർക്കാർ പുനരധിവസിപ്പിച്ചത്. മാറ്റി താമസിപ്പിച്ച മുഴുവൻ കുടുംബങ്ങൾക്കും നിലവിലുള്ള വീട് സ്ഥലവും അവരുടെ ഉടമസ്ഥതയിൽ തന്നെ നിലനിർത്താനും അനുമതി നൽകി. ഈ കുടുംബങ്ങൾക്കൊക്കെയും സൗജന്യ വൈദ്യുതി കണക്ഷനും നൽകി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2019-20 സാമ്പത്തിക വർഷത്തിൽ പശ്ചാത്തല സൗകര്യത്തിനും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുമായി പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് 1 കോടിയും സർക്കാർ നൽകിയിരുന്നു. ക്യാമ്പ് നടത്തിപ്പിലെ വാടക ഇനത്തിൽ മാത്രം 18 ലക്ഷം സർക്കാർ ചെലവഴിച്ചിരുന്നു. കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതം അനുഭവിച്ചവരിൽ ഒരാൾക്കും സർക്കാരിനെതിരെ പരാതിയില്ല. ഏവർക്കും നീതി, അതുതന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ഉറപ്പാക്കുന്നത്. പൊള്ളത്തരങ്ങൾ വിളിച്ചോതുന്ന UDFും പ്രതിപക്ഷ നേതാവും കൂടി അറിഞ്ഞിരിക്കണം സാധാരണക്കാരിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ.